കുറേ ദിവസമായി റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മൾ റാഗി വെച്ചിട്ടുള്ളതാണ്. 1.25 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ കഴിക്കാൻ പറ്റാത്തവർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഇല്ലേ, കുഞ്ഞുള്ളി, അത് ചെറുതായിട്ട് അരിഞ്ഞത് കൂടുതൽ ഇട്ട് കൊടുത്തോളൂ. നല്ലതാണ് ചെറിയ ഉള്ളി നന്നായിട്ട് കഴിക്കുന്നത്. അപ്പോൾ പിന്നെ അതിലേക്ക് നമ്മളൊരു 1/2 കപ്പോളം തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുത്തോളൂ കേട്ടോ. ഞാൻ ഒരുപാട് അങ്ങോട്ട് സ്പൈസി ആക്കിയിട്ടില്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് കാരണം. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഈ കുഞ്ഞുള്ളിയുടെ അളവ് നന്നായിട്ട് ചേർത്തുള്ളൂ, ശരീരത്തിന് തണുപ്പ് തരുന്ന സംഭവമാണ്. അപ്പോൾ ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാള അരിഞ്ഞ് ചെറുതായിട്ട് കുഞ്ഞായിട്ട് കൊത്തിപ്പൊടിച്ച് ചേർത്താലും മതി കേട്ടോ. നമ്മൾ ഈ ഗോതമ്പൊടി വെച്ചൊക്കെ അട ഉണ്ടാക്കാറില്ലേ, അപ്പോൾ ഈ റാഗി വെച്ചാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തിയാണ്. റാഗിയൊക്കെ നല്ലതാണ്, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കഴിക്കുന്നതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതാ നമ്മൾ പച്ചമുളക് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ആ തേങ്ങയുടെയും പിന്നെ പച്ചമുളകിൻ്റെ എരിവുമൊക്കെ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ തിരികെ അങ്ങോട്ട് യോജിപ്പിക്കുക. എന്നിട്ട് പിന്നീട് ഒന്നുമില്ല, നമ്മൾ ദോശക്കല്ലിലേക്ക് നെയ്യോ, പിന്നെ ഒരുപാട് അങ്ങോട്ട് ടേസ്റ്റ് കൂടുതലായിട്ട് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ കുറച്ച് നെയ്യ് മുകളിലൊന്ന് തൂക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ പഞ്ചസാര ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. അതും പൊടിച്ച പഞ്ചസാര. ഇനിയിപ്പോൾ പഞ്ചസാര ചേർക്കുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ. അല്ലെങ്കിൽ ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കാം. ഒരുപാട് വേണ്ട, ജസ്റ്റ് ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചേർത്ത് കഴിഞ്ഞുണ്ടല്ലോ, ആ എരിവും അല്പം മധുരമൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോണേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് എന്താ പെട്ടെന്ന് അരിയൊന്നും അരച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 10 മിനിറ്റുള്ളിൽ തന്നെ, 10 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ ദോശക്കല്ലിലേക്ക് നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ നമ്മൾ കൈപ്പരത്തി ഉണ്ടാക്കാറില്ല, അതുപോലെ തന്നെ വെള്ളം തൊട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം, വളരെ ഈസിയാണ്. ഇനി ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് നെയ്യൊന്ന് മുകളിലേക്കൊന്ന് തൂക്കി കൊടുത്തു കഴിഞ്ഞുണ്ടല്ലോ, ഒന്നും കൂടി ടേസ്റ്റിയാണ്. നെയ്യൊക്കെ ഇങ്ങനെ മുകളിലങ്ങോട്ട് തൂക്കി കൊടുത്തിട്ട് തിരിച്ചിടുമ്പോൾ ഉണ്ടല്ലോ, അതങ്ങോട്ട് മുരിഞ്ഞ് വരുമ്പോൾ ഉള്ള ഒരു മണവും. വേറെ ഒന്നും വേണ്ട, ഒരു ഗ്ലാസ് കട്ടൻ ചായയോ അല്ലെങ്കിൽ ഒരു ചായയോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ അങ്ങോട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ച് നെയ്യൊക്കെ തൂക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളുക. അപ്പോൾ ഇതാ നമ്മുടെ റാഗി വെച്ചുള്ള അടയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതാ നമ്മൾ റാഗി അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 മണിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം. ഈവനിങ് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വളരെ ഹെൽത്തിയാണ്. ഇതൊരെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ കുറേ നേരത്തേക്ക് നമുക്ക് വിശപ്പൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വേറെ ഒന്നും കഴിക്കാൻ തോന്നത്തില്ല. നല്ല ഒരു ഹെവി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റാഗി വെച്ചൊക്കെ നമ്മൾ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.